അയ്യപ്പ സന്നിധിയിലേക്കെത്തുന്ന ഭക്തരിൽ തീർത്ഥസ്നാനത്തിന്റെ ഉണർവേകുകയാണ് ഉരക്കുഴി തീർത്ഥം. ശബരിമലയിലേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപ് അയ്യപ്പൻ സ്നാനം നടത്തിയ ഉരക്കുഴിയിലെത്തി സ്നാനം ചെയ്താണ് നിരവധി ഭക്തർ 18-ാം പടി ചവിട്ടുന്നത്. അഴുതയും പമ്പയും പോലെ അയ്യപ്പ ദർശനത്തിന് മുമ്പ് ഭക്തർ തീർത്ഥസ്നാനത്തിന്റെ പുണ്യം നേടുന്ന ഇടമാണ് ഉരക്കുഴി തീർത്ഥം. മഹിഷി നിഗ്രഹത്തിന് ശേഷം അയ്യപ്പൻ ഈ കാനന തീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ച് സന്നിധാനത്തെത്തി എന്നാണ് വിശ്വാസം. സന്നിധാനത്ത് നിന്നും വെറും 900 മീറ്റർ മാത്രം അകലെ പാണ്ടിത്താവളത്തിനടുത്താണ് ഉരക്കുഴി തീർത്ഥം. അതൊരു ഭയങ്കര ഒരു എനർജി എന്ന സാധനമാണ്. നമ്മൾ പ്രത്യേകിച്ച് കാനനപാത വഴി നടന്നു വരികയാണ്. അപ്പോൾ അതിനുശേഷം ഇവിടെ വന്നിട്ടൊരു മുങ്ങൽ മൊത്തം ആ യാത്രാ ക്ഷീണം മുഴുവൻ തീർത്ത് അപ്പോൾ നമ്മൾ ഏറ്റവും ഏറ്റവും എനർജറ്റിക്കായിട്ട് ശുദ്ധമായിട്ട് അങ്ങോട്ട് പോവുക. പമ്പയുടെ കൈവഴിയിലെ കുമ്പളം തോട്ടിൽ നിന്ന് പാറക്കെട്ടുകൾക്കിടയിലൂടെ താഴേക്ക് പതിക്കുന്ന ചെറു വെള്ളച്ചാട്ടമാണ് ഉരക്കുഴി തീർത്ഥം. വെള്ളം പതിച്ച് പാറ ഉരൽ പോലെ കുഴിഞ്ഞതിനാൽ ഉരൽക്കുഴി ലോപിച്ച് ഉരക്കുഴിയായി. ഒരു സമയം ഒരാൾക്ക് മാത്രമാണിവിടെ മുങ്ങിക്കുളിക്കാൻ കഴിയുക. ആയിരക്കണക്കിന് ഭക്തരാണ് ദിനവും ഉരക്കുഴിയിലെത്തി സ്നാനം നടത്തുന്നത്. അമൃത ന്യൂസ്, സന്നിധാനം.